ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വണ്ടി ഉപയോഗിക്കുന്ന എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ നമ്മളെല്ലാവരും വണ്ടി ഉപയോഗിക്കാറുണ്ട് ഡെയിലി, പക്ഷേ നമ്മൾ ഡെയിലി വാഷ് ചെയ്യാറില്ല. അത് പൊതുവായ ഒരു സത്യമാണ്. ഞാനും ഡെയിലി വാഷ് ചെയ്യാറില്ല. ചിലപ്പോൾ പൊടി ഇരിക്കുന്ന സമയത്തൊക്കെ പൊടി തട്ടിക്കളയുന്നല്ലാതെ ഡെയിലി നമ്മൾ എന്തായാലും വാഷ് ചെയ്യാൻ പോകുന്നില്ല. നമ്മൾ ചിലപ്പോൾ നല്ല അഴുക്കുള്ള സമയത്താണെങ്കിൽ ഏതെങ്കിലും ഒരു സർവീസ് സെൻറ്റർ കൊടുത്തിട്ട് നമ്മൾ വാഷ് ചെയ്തിട്ട് വാഷ് ചെയ്താൽ മാത്രം വണ്ടിയുടെ പുതുമ എപ്പോഴും നിലനിർത്തണമെന്നില്ല. അതിൻ്റെ പെയിൻറ്റിങ്ങും അതിൻ്റെ ആ ഒരു ഷൈനിങ് ഒക്കെ വണ്ടിയിൽ വരണമെങ്കിൽ ഞാൻ ഈ പറയുന്ന സാധനം കൂടെ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക ഗൈസ്. വലിയ ചിലവൊന്നുമില്ല, വെറും 25 രൂപ ചിലവാക്കിയാൽ മതി. നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് നിങ്ങളുടെ വണ്ടി പുതുപുത്തനായിട്ടിരിക്കും ഗൈസ്. അപ്പോൾ എന്താ സംഭവം എന്നുള്ളത് നിങ്ങളെ പറഞ്ഞുതരാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഞെക്കി നമ്മളിത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട ഗൈസ്. അപ്പോൾ നേരെ നമ്മുടെ വീഡിയോയിലേക്ക് ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇത് മോട്ടോ മാക്സിൻ്റെ ഷൈനിങ് സ്പോഞ്ചാണ്. വെറും 25 രൂപ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. നമ്മുടെ ഏത് സ്പെയർ പാർട്സ് കടയിൽ പോയി നിങ്ങൾ ചോദിച്ചാലും ഈ ഒരു സാധനം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വേറൊരു ഷൈനിങ് സ്പോഞ്ചാണ്, ഇത് ലേക്രോളിൻ്റെ ഷൈനിങ് സ്പോഞ്ചാണ്. അങ്ങനെ 2-3 ബ്രാൻഡ് ഉണ്ട്. ഇതിൽ ഞാൻ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന മോട്ടോ മാക്സും പിന്നെ ലേക്രോളും ആണ്. അപ്പോൾ ഇതിന് 25 രൂപയും ഇതിന് 20 രൂപയാണ്. ഇതിൽ 5 രൂപയുടെ ഡിഫറൻസ് ഒന്നും നിങ്ങൾ നോക്കണ്ട. ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പം ഇതാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളതും കുറച്ചും കൂടെ ലിക്വിഡ് കുറച്ച് കൂടുതലുള്ളത് ഈ ഒരു പ്രോഡക്റ്റിനാണ്. ഇതിലും ഇല്ല എന്നല്ല, പക്ഷേ കമ്പാരിറ്റീവ്ലി ഞാൻ പറയുന്നത് ഇത് കുറച്ചുകൂടെ നല്ലതാണ്. 25 രൂപ ഉള്ളൂ. അപ്പോൾ 25 രൂപ ആണെങ്കിൽ 20 രൂപ ചിലവാക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ വണ്ടി എത്ര പഴയ വണ്ടിയാണെങ്കിലും നിങ്ങളുടെ വണ്ടി എന്നാണ് പുതുപുത്തൻ ലുക്കിൽ നിങ്ങളുടെ വണ്ടി നിങ്ങൾക്ക് ഷൈനിങ് സ്പോഞ്ച് ഉപയോഗിച്ച് നിങ്ങൾക്ക് വണ്ടി വൃത്തിയാക്കി എടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. വലിയ പാടൊന്നുമില്ല. ഇതിന് വേണ്ടിയിട്ട് ഒന്നും നിങ്ങൾ ചെയ്യേണ്ടതില്ല. ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വണ്ടി ഒന്ന് വാഷ് ചെയ്തെടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് കാണിച്ചു തരാം. പിന്നെ ഇതിനകത്തുള്ള സംഭവം എന്താണ്ട് ഈ കാണുന്നതാണ്. ഇതാണ് ഇതിനകത്തുള്ള ഷൈനിങ് സ്പോഞ്ച്. ഇതെങ്ങനെയാണ് ഷൈനിങ് ആകുന്നത് എന്നുള്ളത് നിങ്ങൾ വണ്ടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഗൈസ്. ഇതിനകത്തൊരു ലിക്വിഡൊക്കെ ഉണ്ട്, ഒരു പോളിഷ് ലിക്വിഡ് ഇതിനകത്ത് ആഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വണ്ടി ക്ലീൻ ആക്കാൻ വേണ്ടി പോകുന്നത്. ബാക്കി കഥ ഞാൻ പറയുന്നില്ല. നേരെ നമുക്ക് വണ്ടിയിലോട്ട് അത് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഡിഫറൻസ് എന്നുള്ളത് ഗൈസ്. അതുപോലെ തന്നെ ഇപ്പം ഞാൻ വണ്ടി വാഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ ഷോറൂമിലൊന്നും കൊടുത്ത് വാഷ് ചെയ്തേക്കുന്നതല്ല, സ്വന്തമായിട്ട് ഞാൻ വാഷ് ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി വാഷ് ചെയ്തിട്ട് വേണം ഈ ഒരു സാധനം അപ്ലൈ ചെയ്യാൻ. എന്നാൽ മാത്രമേ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. വണ്ടി ഓൾറെഡി വാഷ് ചെയ്തിട്ടേക്കാണ്. അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇത് ജസ്റ്റ് നമ്മൾ സാധാ പൊടി ഉടയ്ക്കത്തില്ല, അതുകൊണ്ടൊക്കെ ഉള്ള സംഭവം ഒന്ന് തുടച്ചു കൊടുത്താൽ മാത്രം മതി. ഫസ്റ്റ് നമ്മൾ വണ്ടിയുടെ പാർട്സിലാണ് മെയിനായിട്ടുള്ള പാർട്സിൽ മാത്രം ഫസ്റ്റ് അപ്ലൈ ചെയ്യുക. ദെൻ നമ്മൾ ലാസ്റ്റ് വേണം നമ്മുടെ ഈ പൊടി പെട്ടെന്ന് കയറുന്ന പാർട്സ് ഉള്ള മീൻസ് ടയറും സൈലൻസറിൻ്റെ ഭാഗം അവിടെയൊക്കെ നമ്മൾ ലാസ്റ്റ് അപ്ലൈ ചെയ്താൽ മതി. ഫസ്റ്റ് നമ്മൾ ഇതുകൊണ്ടുള്ള ഫ്രണ്ട് പോർഷനിൽ അപ്ലൈ ചെയ്യണം. കാരണം നമ്മൾ സൈലൻസറിൻ്റെ പോർഷനിലൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവിടെ പൊടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പൊടി അവിടെ തുടച്ചിട്ട് പിന്നെ ഇവിടെ തുടയ്ക്കുമ്പോൾ അതിനകത്ത് സ്ക്രാച്ചൊക്കെ ആവാൻ സാധ്യതയുണ്ട് ഇതിൽ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെപ്പോഴും ഫസ്റ്റ് നമ്മുടെ മെയിൻ പാർട്സ് എല്ലാം കംപ്ലീറ്റ് ആ ഒരു സ്പോഞ്ച് വെച്ചിട്ട് തുടച്ചെടുത്തതിന് ശേഷം മാത്രം ലാസ്റ്റ് മറ്റേ പാർട്സിലോട്ടൊക്കെ പോകാം. ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഒരാഴ്ചയൊക്കെ നമുക്ക് നമ്മുടെ വണ്ടി നല്ല ഇതായിട്ട് എടുക്കാൻ പറ്റും. മഴയുള്ള സമയത്തല്ല ഇത് യൂസ് ചെയ്യുന്നതെങ്കിൽ എനിക്കൊരു 7-8 ദിവസം 10 ദിവസം നമുക്ക് കിട്ടും. പിന്നീട് നമ്മൾ ഇതിനകത്ത് പൊടി കയറുമ്പോൾ നമ്മൾ തുടച്ചു കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും അതിൻ്റെ ആ ഒരു ഷൈനിങ് എപ്പോഴും കാണും. അപ്പോൾ പിന്നീട് നമുക്ക് കുറച്ച് ഞാൻ പറയുന്നില്ല കംപ്ലീറ്റ് ആയിട്ട് ഒരു മാസം കിട്ടുമെന്നോ അങ്ങനെയൊന്നും പറയുന്നില്ല. കാരണം 25 രൂപയുടെ ഒരു പ്രോഡക്റ്റിന് അതിൻ്റേതായ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ കൂടിപ്പോയ ഒരു 10 ദിവസമെങ്കിലും നിങ്ങളുടെ വണ്ടി നിങ്ങൾക്ക് നല്ല വൃത്തിയായിരിക്കും. ഒരു വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു 2-4-5 ദിവസമൊക്കെ നമുക്ക് അഴുക്ക് കയറാതെ കൊണ്ടു നടക്കാൻ പറ്റും. പിന്നെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് പൊടി കയറിയാലും ഒരു തുണിയായിട്ട് നമ്മൾ തുടച്ചു കഴിഞ്ഞാണല്ലോ, പിന്നെ നമുക്ക് ആ ഒരു പ്രശ്നം വരത്തില്ല. പിന്നെ അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ സീറ്റിൽ ഈ സാധനം വെച്ച് പിടിക്കാതിരിക്കും. കാരണം ഇതൊരു ഷൈനിങ് സ്പോഞ്ചാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ സീറ്റിൽ ആ ലിക്വിഡ് ഒരുപോലെ തെങ്ങലൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ സീറ്റിൽ നമുക്ക് മാക്സിമം നമ്മുടെ കൈ കൊണ്ട് അപ്ലൈ ചെയ്യാതിരിക്കും. അപ്പോൾ സീറ്റിലായി കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് അത് സ്പ്രെഡ് ആവും. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കും. നമ്മൾ വെറും 25 രൂപയുടെ ഒരു ഷൈനിങ് സ്പോഞ്ച് കൊണ്ട് നമ്മുടെ വണ്ടി ഇതാണ്ട ഈ കാണുന്ന കണ്ടീഷനിലാക്കി എടുത്തിട്ടുണ്ട്. എത്ര നല്ല റിസൾട്ടാണെന്ന് നിങ്ങളൊന്ന് നോക്കുക. നമ്മളൊരു വാഷ് ചെയ്യുന്നത് കൊണ്ട് മാത്രം നമ്മുടെ വണ്ടി പുതുപുത്തനായിരിക്കത്തില്ല. നമ്മളതിന് വേണ്ട കുറച്ച് നമ്മൾ ചെടിക്ക് നമ്മൾ വെള്ളം ഒഴിച്ചത് കൊണ്ട് മാത്രം നമ്മുടെ ചെടി വളരുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിനാവശ്യമായിട്ടുള്ള വളങ്ങളും ചേർക്കണം. അതുപോലെ തന്നെയാണ് വണ്ടി കഴുകിയോണ്ട് മാത്രം അത് വൃത്തിയാകത്തില്ല. അതെപ്പോഴും അതിൻ്റെ ആ ഒരു പുതുമ നിലനിർത്തണമെങ്കിൽ നമ്മൾ ഇതുപോലുള്ള ഷൈനിങ് സ്പോഞ്ച് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഈ ഷൈനിങ് സ്പോഞ്ച് എന്ന് പറയുന്നത് ഏതൊരാൾക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് ഉപയോഗിക്കുന്ന കുറേ സിറങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. നമ്മൾ ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വണ്ടി ആയതുകൊണ്ട് നമ്മൾ ഡെയിലി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സാധനമാണ് ഈ ഒരു. അപ്പോൾ വളരെ വലിയ വില കൂടിയ സാധനമൊന്നുമില്ല. വെറും 25 രൂപ കൊണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചത്. അപ്പോൾ 25 രൂപ കൊണ്ടിട്ടുള്ള അതിൻ്റെ റിസൾട്ട് നിങ്ങൾ നോക്കിക്കേ. ഗൈസ്,
ഫൈനലി നമ്മുടെ ഷൈനിങ് സ്പോഞ്ച് ഉപയോഗിച്ചതിന് ശേഷം നമ്മുടെ വണ്ടിയുടെ മാറ്റം അങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ അത്രയും ഭയങ്കരമായിട്ട് റിസൾട്ട് ആകാൻ പറഞ്ഞില്ല. വെറും 25 രൂപയുള്ള വേറൊരു ഷൈനിങ് സ്പോഞ്ച് വെച്ചിട്ട് മാത്രമാണ് നമ്മുടെ വണ്ടി ഇത്ര പുതുവത്തനാക്കി എടുത്തത്. അപ്പം ഈ ഒരു സാധനം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു പ്രോഡക്റ്റാണ്. അത് മാത്രമല്ല വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. ഒരു 25 രൂപ ഉള്ളു. പിന്നെ ലേക്ക് റോളിൻ്റെ ആണെങ്കിൽ 20 രൂപ. ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഞാൻ മോസ്റ്റ് കോമൺലി നിങ്ങളടുത്ത് പറയുന്നത് 25 രൂപ വില വരുന്ന മോട്ടോമാക്സിൻ്റെ സ്പോഞ്ച് ആണെങ്കിൽ കുറച്ചും കൂടി ലിക്വിഡ് അധികമായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഏതാണ് സജഷനായിട്ട് ഇഷ്ടമുള്ളത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സ് ആയിട്ട് മോട്ടോമാക്സിൻ്റെ പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരുന്നു ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ ഇത് നമ്മുടെ റേസിൻ്റെ ആണ്. കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് റീസ്റ്റോറേഷൻ വർക്ക് നമ്മളാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കി അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യാണ് ഗൈസ്. അപ്പോൾ വീണ്ടും മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ, സീ യു.